നമസ്കാരം. രാജ്യത്തിന് പുറത്ത് നിർമ്മിക്കുന്ന എല്ലാ സിനിമകൾക്കും 100% താരിഫ് ഏർപ്പെടുത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. വിദേശ രാജ്യങ്ങൾ അമേരിക്കയുടെ സിനിമാ വ്യവസായത്തെ മോഷ്ടിച്ചു എന്ന് ട്രംപ് ആരോപിക്കുന്നു. ഒരു കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് മിഠായി മോഷ്ടിക്കുന്നത് പോലെയാണ് മറ്റ് രാജ്യങ്ങൾ അമേരിക്കയുടെ സിനിമാ വ്യവസായത്തെ തട്ടിയെടുത്തതെന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്കയ്ക്ക് പുറത്ത് നിർമ്മിക്കുന്ന സിനിമകൾക്ക് 100% തീരുവ ഏർപ്പെടുത്താനുള്ള പദ്ധതി ട്രംപ് മെയ് മാസത്തിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതിനായുള്ള നടപടികൾ സ്വീകരിക്കുവാൻ വാണിജ്യ വകുപ്പിനും യുണൈറ്റഡ് സ്റ്റേറ്റ് ട്രേഡ് റെപ്രസെന്റേറ്റീവിനും അദ്ദേഹം അധികാരം നൽകുകയും ചെയ്തു. ഇന്ത്യൻ സിനിമകളുടെ വിദേശ ബോക്സ് ഓഫീസിന്റെ ഏകദേശം 35% മുതൽ 40% വരെയും സംഭാവന ചെയ്യുന്നത് അമേരിക്കയാണ്. ട്രംപിന്റെ തീരുമാനം ബോളിവുഡിനും ഇന്ത്യയിലെ പ്രാദേശിക സിനിമാ വ്യവസായത്തിനും തിരിച്ചടിയാകും. തീരുമാനം നടപ്പിലായാൽ ടിക്കറ്റ് വിലയും വിതരണ ചെലവും ഇരട്ടിയാകുമെന്ന് ഉറപ്പാണ്. സിനിമകൾക്ക് പുറമെ അമേരിക്കൻ ഫർണിച്ചർ വ്യവസായത്തെയും ലക്ഷ്യമിട്ട് ട്രംപ് ഉടൻ തന്നെ മറ്റൊരു പോസ്റ്റ് പങ്കുവച്ചു. ചൈനയ്ക്കും മറ്റു രാജ്യങ്ങൾക്കും കൈമോശം വന്ന നോർത്ത് കരോലിനയിലെ ഫർണിച്ചർ ബിസിനസ്സിനെ വീണ്ടും മഹത്തരമാക്കുന്നതിനായി അമേരിക്കയിൽ ഫർണിച്ചർ നിർമ്മിക്കാത്ത വിദേശ ഫർണിച്ചർ കമ്പനികൾക്കും ഗണ്യമായ തീരുവ ചുമത്തുമെന്നാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. നേരത്തെ ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ തീരുവകളും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. എല്ലാ കിച്ചൺ ക്യാബിനറ്റുകൾക്കും ബാത്റൂം വാനിറ്റികൾക്കും അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും 50% തീരുവയും അപ്ഹോൾസ്റ്റേഡ് ഫർണിച്ചറുകൾക്ക് 30% തീരുവയും ചുമത്തുമെന്ന് ട്രംപ് അറിയിച്ചു. അമേരിക്കൻ സിനിമയുടെ പര്യായമായി കണക്കാക്കിയിരുന്ന ഹോളിവുഡ് ഈയിടെയായി വലിയ പ്രതിസന്ധി നേരിടുകയാണ്. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളുടെ വളർച്ച സിനിമാ തിയേറ്ററുകളുടെ കാഴ്ചക്കാരുടെ എണ്ണം കുറച്ചു. കൂടാതെ നിർമ്മാണ രംഗത്ത് വലിയ ഇടിവും ബോക്സ് ഓഫീസ് വരുമാനത്തിൽ കുറവും ഉണ്ടായി. 2023-ലും 2024-ലും നടന്ന റൈറ്റേഴ്സ് ഗിൽഡിന്റെയും മറ്റ് തൊഴിലാളി യൂണിയനുകളുടെയും സമരങ്ങൾ ഏകദേശം $5 ബില്യൺ നഷ്ടമാണ് 2023-ൽ മാത്രം വരുത്തിവെച്ചത്. ഈ സമരം കാരണം നഷ്ടപ്പെട്ട ജോലികൾ ഇതുവരെയും തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഫർണിച്ചറുകൾക്ക് ഏർപ്പെടുത്തുന്ന തീരുവ ഉൽപ്പാദകരെയും വ്യാപാരികളെയും ഒരുപോലെ ബാധിക്കും. 2000-ന് ശേഷം ഫർണിച്ചർ മര ഉൽപ്പന്ന നിർമ്മാണ ജോലികൾ അമേരിക്കയിൽ പകുതിയായി കുറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. 2024-ൽ അമേരിക്ക ഏകദേശം $25.5 ബില്യൺ ഫർണിച്ചറുകൾ ഇറക്കുമതി ചെയ്തു. ഇതിൽ പകുതിയിലധികം ഇറക്കുമതിയും വിയറ്റ്നാമിൽ നിന്നും ചൈനയിൽ നിന്നുമായിരുന്നു. ഇറക്കുമതി തീരുവകൾ വിലകൾ കുറച്ചു നിർത്തുന്നതിൽ കമ്പനികൾക്ക് കൂടുതൽ വെല്ലുവിളിയാകും. നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്ന തീരുവകളുടെ പശ്ചാത്തലത്തിലും ഉയർന്ന ഉൽപ്പന്ന വിലകളുടെയും വിതരണ ശൃംഖലയുടെ ചെലവുകളെയും മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലും വസ്ത്രങ്ങൾ മുതൽ TV വരെയുള്ള എല്ലാ വസ്തുക്കളുടെയും വില കുതിച്ചുയർന്നിരിക്കുകയാണ്. ഈ പുതിയ തീരുവകൾ അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് കൂടുതൽ വിലക്കയറ്റത്തിന് കാരണമായേക്കാം എന്ന ആശങ്ക ശക്തമാക്കുകയുമാണ്. വെബ് ഡെസ്ക് തത്വമൈ TV.